ബോവാൻ തന്റെ ക്ലാസ്സിലേക്ക് വന്ന പുതിയ അധ്യാപകനെ കണ്ട് ഷോക്കാവുന്നു. കാരണം അത് വേറെ ആരുമല്ല, അവളുടെ ഹസ്ബൻഡ് സാങ്മിൻ ആണ്. അതുമാത്രമല്ല, സ്കൂളിലേക്ക് വരുന്ന വെപ്രാളത്തിൽ അവൻ കർച്ചീഫിന് പകരം ബോവാന്റെ അണ്ടർവെയർ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. അത് കണ്ട് ഷോക്കായ ബോവാൻ അവന് സിഗ്നൽ കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവനത് മനസ്സിലാക്കുന്നതിന് കുറച്ച് സമയമെടുക്കുന്നു. അതുകൊണ്ട് അവൻ നാണം കെടാതിരിക്കുന്നതിനായി അവൾ പെട്ടെന്ന് ടേബിളിൽ അടിച്ചതും എല്ലാ കുട്ടികളും അവളെ നോക്കുന്നു. ആ ടൈം യൂസ് ചെയ്ത് സാങ്മിൻ അത് വേഗം പോക്കറ്റിൽ വെക്കുന്നു. ആക്ച്വലി സാങ്മിനും ബോവാനും അവരുടെ മുത്തശ്ശന്റെ അവസാന ആഗ്രഹമെന്ന് പറഞ്ഞ് ബോവാൻ കുട്ടിയാണെന്ന് നോക്കാതെ വിവാഹം കഴിപ്പിക്കുന്നു. അപ്പോൾ ഒരു ദിവസം സാങ്മിൻ ബോവാൻ മറ്റൊരു പയ്യനെ പ്രോത്സാഹിപ്പിക്കുന്നത് ടിവിയിലൂടെ കാണുന്നു. എന്തൊക്കെ പറഞ്ഞാലും വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് അവളെ വിവാഹം കഴിച്ചതെങ്കിലും തന്റെ വൈഫ് മറ്റൊരുത്തനെ പ്രോത്സാഹിപ്പിക്കുന്നത് സാങ്മിന് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവൻ ബോവാൻ അറിയാതെ അവളുടെ സ്കൂളിലേക്ക് അധ്യാപകനായി വരുന്നു. വന്നപ്പോൾ തന്നെ ആദ്യത്തെ ജോലിയായി അവൻ അധ്യാപകന്റെ പവർ യൂസ് ചെയ്ത് ആ ബേസ്ബോൾ പ്ലെയറിനോട് പ്രശ്നമുണ്ടാക്കുന്നു. അവൻ ഒരു ജോലിക്കായി ഇവിടെ വന്നെങ്കിൽ അവിടെയുള്ള സിംഗിളായ ടീച്ചറിന് അവനോട് ഇഷ്ടം തോന്നുന്നു. അവർ എപ്പോഴും സാങ്മിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം തന്റെ ഹസ്ബൻഡ് മറ്റൊരു പെണ്ണുമായി ഇടപഴകുന്നത് ബോവാനും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വീട്ടിലെത്തിയതും രണ്ടുപേർക്കുമിടയിൽ തർക്കമുണ്ടാവുന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു. നോക്കുമ്പോൾ അതാ ടീച്ചറാണ്. എങ്ങനെയോ അവന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് വന്നിരിക്കുന്നു. ഉടനെ ടെൻഷനായ ബോവാനും സാങ്മിനും അവരുടെ വിവാഹ ഫോട്ടോയിൽ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന ബോവാന്റെ തിങ്സ് എല്ലാം മാറ്റാൻ തുടങ്ങുന്നു. പക്ഷെ അതിനുള്ളിൽ ആ ടീച്ചർ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നു. ഭാഗ്യത്തിന് ബോവാൻ വേഗം തന്നെ കർട്ടന് പുറകിൽ ഒളിക്കുന്നു. അതേസമയം ആ ടീച്ചർ ഒറ്റയ്ക്കായിരിക്കുന്ന അവസരം യൂസ് ചെയ്ത് സാങ്മിനോട് ക്ലോസ് ആയിരിക്കാൻ ശ്രമിക്കുന്നു. അത് കണ്ട് ബോവാന് ദേഷ്യം വരുമ്പോൾ കറക്റ്റ് ടൈമിൽ ക്ലീനിങ് റോബോട്ട് വന്ന് അവരുടെ ശ്രദ്ധ മാറ്റുന്നു. പക്ഷെ അത് അവിടെ സ്റ്റോപ്പ് ആവാതെ തിരിച്ചു വന്ന് ബോവാനെയും കൊടുക്കുന്നു. പാനിക്കായ ബോവാൻ ആ കർട്ടന് ചുറ്റി തന്നെ അവിടെ നിന്ന് ഓടുന്നു. അടുത്ത നിമിഷം ആ ടീച്ചർ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതും ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വീണവൾ ആ കർട്ടനെ ചുറ്റി അവിടെ നിന്ന് രക്ഷപ്പെട്ടോടുന്നു.